അവയെ കൈകൊണ്ട് തുടച്ചു മാറ്റി നീരജ വേഗം കാഷ്വാലിറ്റിയിലേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ ആദ്യത്തെ ബെഡിൽ തന്നെ മീരയുണ്ട്. അവൾ മയങ്ങുന്നത് കണ്ട് നീരജ അവൾക്ക് അടുക്കിലേക്ക് നടന്നു. അവളുടെ കാലിനടുത്തായി ചെന്ന് നിന്നുകൊണ്ട് ആ കാല് രണ്ടും കെട്ടിപ്പിടിച്ച് സ്വന്തം മുഖം അവളുടെ കാലിൽ അമർത്തി. മാപ്പ്, അറിഞ്ഞില്ലടി, അമ്മ ഒന്നും അറിയാതെ എന്തൊക്കെ ചെയ്ത് കൂട്ടി. അമ്മയോട് ക്ഷമിക്കടി, എന്നെ വെറുക്കല്ല മോളെ. നീരജ തേങ്ങിക്കരഞ്ഞു. വേദനകളില്ലാതെയുള്ള ആ സുഖനിദ്രയിൽ സംഭവിക്കുന്നൊന്നും മീര അറിയുന്നുണ്ടായിരുന്നില്ല. കരച്ചിലൊന്നടങ്ങിയത് നീരജ മുഖം തുടച്ച് നിവർന്ന് അവളുടെ കവളിൽ അമർത്തി മുത്തി. ഇനി ഒരിക്കലും അമ്മ മോളെ തള്ളി പറയില്ല, ആർക്ക് വേണ്ടിയായാലും. വാക്കു കൊടുക്കും പോലെ നീരജ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. കഴുത്തിൽ വിലങ്ങ് കൊണ്ട് പോറിയ നേർത്ത പാടുകളുണ്ട്. ആ രംഗം ഓർമ്മ വന്നപ്പോൾ അത് ഓർക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ നീരജ തല പിടിച്ച് കണ്ണടച്ചു. അവൾ അങ്ങനെ കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാതെ ഒരിക്കൽ കൂടി അവളെ മുത്തി നീരജ തിരിഞ്ഞു നടന്നു. കാഷ്വാലിറ്റിക്ക് പുറത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. രാജും കുടുംബവും വിശ്വനും മീനാക്ഷിയമ്മയും വരലക്ഷ്മിയും എല്ലാവരും ഉണ്ട്. ആരെയും നോക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല നീരജ. ഒറ്റപ്പെട്ടവളെ പോലെ ഒരു മൂലയിലേക്ക് അവർ മാറി നിന്നു. എന്നാൽ വരലക്ഷ്മിയുടെ കണ്ണുകൾ വിടാതെ നീരജയെ പിന്തുടർന്നു. ഇവിടെ വരും വരെ മീരയെ ഓർത്തുള്ള ആശങ്കകൾ നീരജയെ കണ്ടതും അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി. നീരജ എന്ന സ്ത്രീയിൽ അവരുടെ മനസ്സ് കുടുങ്ങിക്കിടന്നു. ഇപ്പോഴും നീരജയുടെ സൗന്ദര്യത്തിന് കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവർ ഓർത്തു. തന്നേക്കാൾ കൂടുതലായി മഹിയേട്ടൻ അവളിൽ കണ്ടതും ആ സൗന്ദര്യമായിരിക്കുമോ? വരലക്ഷ്മി വെറുതെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ വരലക്ഷ്മിയുടെ കണ്ണുകൾ മഹിക്ക് നേരെ നീണ്ടു. പ്രതീക്ഷിച്ചതുപോലെ നീരജയിലാണ് മഹിയുടെ ശ്രദ്ധ. ഇടയ്ക്കിടെ മഹി നോട്ടം മാറ്റുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ആ കണ്ണുകൾ നീരജയെ തേടി പോകുന്നുണ്ട്. വരലക്ഷ്മി അത് കണ്ട് മുഖം തിരിച്ചു. എല്ലാം അറിയാമായിരുന്നിട്ടും ഇപ്പോൾ കൺമുന്നിൽ കാണുന്നതൊന്നും സഹിക്കാനാവുന്നില്ല. നെഞ്ചു വല്ലാതെ തീർന്നു. ഭർത്താവിന്റെ പ്രണയം മറ്റൊരുവളാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അത് കൺമുന്നിൽ കാണുമ്പോൾ ഏത് ഭാര്യക്കാണ് സഹിക്കാൻ കഴിയുക? പക്ഷേ തൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ന്യായം പറയാനാവില്ലല്ലോ. വിവാഹത്തിന് മുന്നേ അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞതല്ലേ, പിന്തിരിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചതല്ലേ, ഭാര്യയായി ഒരിക്കലും അംഗീകരിക്കില്ലെന്നും ഉറപ്പിച്ച് പറഞ്ഞതല്ലേ. എന്നിട്ട് താൻ വാശി പിടിച്ച് നേടിയ ജീവിതമാണ്. അപ്പൊ എന്തൊക്കെ കണ്ടാലും കേട്ടാലും എല്ലാം സഹിച്ച് ഉള്ളിൽ ഒതുക്കണം. അല്ലെങ്കിൽ തന്നെ അവരെന്ത് തെറ്റ് ചെയ്തു? അവർക്കിടയിൽ വില്ലത്തി താനായിരുന്നില്ലേ? ഒക്കെ അറിഞ്ഞു വെച്ചിട്ടും മഹിയേട്ടൻ നോട്ടം കൊണ്ട് പോലും നീരജയെ സ്നേഹിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. നീരജ താനായിരുന്നുവെങ്കിൽ, മഹിയേട്ടന്റെ സ്നേഹം തനിക്ക് മാത്രമായിരുന്നുവെങ്കിൽ. വരലക്ഷ്മി വല്ലാതെ കൊതിച്ചുപോയി. പക്ഷേ പരാതിപ്പെടാൻ കഴിയില്ലല്ലോ, പിടിച്ചു വാങ്ങാനും കഴിയില്ലല്ലോ, വാശി പിടിച്ച് സ്നേഹം വിലക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. വരലക്ഷ്മി നിരാശയോട് ഓർത്തു. കണ്ണുകൾ വല്ലാതെ നീറുന്നു. നീരജ തങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിച്ചു പോയി. പിന്നെ മഹിയെയോ നീരജയോ നോക്കാനുള്ള മനക്കരുത് വരലക്ഷ്മിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് നോക്കാനും പോയില്ല. നീരജ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൃതിയും അമ്മയും മീരയെ കാണാൻ കയറിയിരുന്നു. അവർ തിരികെ വന്നതും മീനാക്ഷി ഉള്ളിലേക്ക് കയറി. വാ. വിഷൻ സഹോദരിയെ ചേർത്ത് പിടിച്ച് മീനാക്ഷിയമ്മക്ക് പിന്നാലെ ചെന്നു. എല്ലാം നമ്മൾ വരുത്തി വെച്ചതാണ്, അങ്ങനെ കരുതി സമാധാനിക്കില്ല ചൂ. സഹോദരിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടോ മഹിയുടെ ഭാവങ്ങൾ കണ്ടിട്ടോ വിഷൻ വരലക്ഷ്മിയെ ആശ്വസിപ്പിച്ചു. അവർ കണ്ടിറങ്ങുമ്പോൾ മീര മയക്കത്തിലായിരുന്നു. മീരയെ ഒന്ന് നേരെ ശ്രദ്ധിക്കാൻ പോലും കഴിയാതെ വരലക്ഷ്മി മഹിയുടെയും നീരജയുടെയും ചിന്തയിൽ കുടുങ്ങിപ്പോയിരുന്നു. ശ്രീയും ധ്രുവനൊക്കെ അവിടെ തന്നെയുണ്ട്. മീരയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ മഹി അവരെയൊക്കെ പറഞ്ഞേക്കാൻ ശ്രമിച്ചു. എങ്കിലും അവരൊക്കെ അവിടെ തന്നെ നിന്നു. വൈകുന്നേരത്തോടെ ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നു. റിപ്പോർട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു രാത്രി കൂടി നോക്കിയിട്ട് പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. മഹി അത് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങളിനി വീട്ടിലേക്ക് പോക്കോ, ഇന്ന് മുഴുവൻ ഹോട്ടലിലായിരുന്നോ? ഇവിടെ ഞാനുണ്ടല്ലോ, നിങ്ങൾ ചെല്ലാൻ നോക്ക്. ശ്രീയോടും ധ്രുവനോടുമായി മഹി പറഞ്ഞു. മുറിവിൽ നിന്നും ഒത്തിരി രക്തം പോയത് കൊണ്ട് മീരയ്ക്ക് ബ്ലഡിന് വേണ്ടി ഓടിയത് ശ്രീയും ധ്രുവനും കൂടിയാണ്. ബാക്കി എല്ലാവരെയും മഹി പോകാൻ നിർബന്ധിച്ചു. നീരജ അവിടെയുള്ളത് കൊണ്ട് പോകാൻ മടിച്ച് ദയനീയമായ വരലക്ഷ്മി വിഷനെയും ധ്രുവനെയും നോക്കി. അത് മനസ്സിലാക്കി ധ്രുവൻ അവരെ നോക്കി കണ്ണുകൾ അടച്ച് കാട്ടി. ഞാനും കൂടി ഇവിടെ നിൽക്കാം, നിങ്ങളൊക്കെ പോകാൻ നോക്ക്, ധ്രുവൻ പറഞ്ഞു. മഹി അത് എതിർത്തില്ല. അതോടെ മടിച്ചാണെങ്കിലും വരലക്ഷ്മി പോകാൻ തയ്യാറായി. എല്ലാവരെയും മഹിയും ധ്രുവനും കൂടി പറഞ്ഞയച്ചു. അവസാനം നീരജയും മഹിയും ധ്രുവനും ശ്രീയും മാത്രമായി. പോകാനുള്ള പ്ലാനൊന്നും ശ്രീക്കില്ല. അവനവിടെ നിൽക്കുന്നത് ധ്രുവൻ എതിർത്ത് നോക്കിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. മഹിയും ധ്രുവനും ശ്രീയും ചേരിലിരിക്കുമ്പോൾ നീരജ അവിടെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. കണ്ണു നിറച്ച് എന്തോ ആലോചനയിലാണ്. കുറ്റബോധത്തിൻ്റെയും മകളുടെ അവസ്ഥയെ ഓർത്തുള്ള സങ്കടത്തിൻ്റെയും നടുവിലാണ് അവരിപ്പോൾ. ആ നിൽപ്പ് കണ്ട് മഹിയുടെ മനസ്സ് അലിഞ്ഞുപോയി. ഒരു തെറ്റ് ഏതൊരു മനുഷ്യനും പറ്റാം.
താനടക്കമുള്ള മനുഷ്യജീവികൾ ആരുടെയെങ്കിലുമൊക്കെ കാഴ്ചപ്പാടിൽ തെറ്റുകാരാവാം. മാഹി ഓർത്തു. ആ നിൽപ്പ് കണ്ട് പാവം തോന്നിയപ്പോൾ മാഹി അവിടുന്ന് എഴുന്നേറ്റു. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ആവൂ. വേണമെങ്കിൽ ഞാൻ വീട്ടിലാക്കാം. മാഹി സ്വരം ഒന്ന് മായപ്പെടുത്തി. താൻ എത്രയൊക്കെ ശ്രമിച്ചാലും ആ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാനോ ഗൗരവം നടിക്കാനോ കഴിയില്ലെന്ന് മാഹിക്കറിയാം. ഇന്നലെ വന്നവർക്ക് അവളെ വിട്ടുകൊടുത്തിട്ട് അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. നീരജ പതിയാണ് പറഞ്ഞതെങ്കിലും ശബ്ദത്തിനൊക്കെ വല്ലാത്ത മൂർച്ച. ഇന്നലെ വന്നവരും അതാരാ? ഞാനാണോ? മാഹി നെറ്റി ചുളിച്ചു. നീരജ ഒന്നും മിണ്ടിയില്ല. വെറുപ്പോടെ മുഖം തിരിച്ചു. എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ഇന്നലെയോ മെനിഞ്ഞാന്നോ ഒന്നും വന്നവനല്ല. അവൾക്ക് ജന്മം കൊടുത്ത തന്തയാണ്. മാഹി പറഞ്ഞു. ജനിപ്പിച്ചാൽ മാത്രം തന്തയാവില്ലെന്ന് പറയാൻ നാവ് തരിച്ചെങ്കിലും ആ ഒരാളോട് തർക്കിക്കാൻ പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇങ്ങനെ നിന്നാൽ കാല് കിഴക്കുന്നല്ലാതെ ഗുണമൊന്നുമില്ല. വാ, അവിടെ വന്നിരിക്ക്. ആദ്യത്തെ സൗമ്യതയൊന്നും ഇപ്പം ആ ശബ്ദത്തിലില്ല. പിണക്കമോ പരിഭവമോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു ആ സ്വരത്തിൽ. എന്നാൽ മാഹിക്കൊരു മറുപടി കൊടുക്കാതെ നീരജ കലിയോടെ കുറിച്ച് മാറി നിന്നു. അതോടെ ആമർഷത്തോടെ മാഹി തിരികെ വന്നിരുന്നു. 1 മണിക്കൂർ കൂടി അങ്ങനെ കടന്നുപോയി. കുറെ കഴിഞ്ഞ് മാഹിയെ നോക്കാതെ തനിക്കരിയിലിരിക്കുന്ന സ്ത്രീയുടെ അരികിലായി വന്നിരിക്കുന്ന നീരജയെ മാഹി സൂക്ഷിച്ചു നോക്കി. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്? മാഹി പെറുപെറുത്തു. നീരജ അത് കരുതായി പോലും ഭാവിച്ചില്ല. ധ്രുവൻ അവരെ വീക്ഷിക്കുകയായിരുന്നു. നീരജ തൻ്റെ അമ്മ ചെയ്ത ചതി അറിയാവുന്ന കാലത്തോളം മാത്രമാണ് വരലക്ഷ്മിയുടെ താലിയുടെ ആയുസ്. സത്യം മനസ്സിലാക്കി നീരജ തിരികെ വന്ന മാഹി ഉറപ്പായും അവരെ സ്വീകരിക്കും. ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം ജീവിക്കുകയും ചെയ്യും. ഇനി ആർക്ക് വേണ്ടി മാഹി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യാൻ നിൽക്കില്ല. അവിടെ ആരുടെയും മുഖം മാഹി ഓർക്കില്ല. നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ മാത്രമേ ശ്രമിക്കൂ. ഇന്ന് അവർക്കിടയിലെ അകൽച്ച നീരജയുടെ തെറ്റിദ്ധാരണയാണ്. അത് മാറിയ നരേന്ദ്രൻ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുന്നു. മീരയോട് പൊറുക്കാൻ പറ്റാത്ത ദ്രോഹം അയാൾ ചെയ്തെങ്കിലും നീരജയ്ക്ക് അയാൾ നല്ല ഭർത്താവായിരുന്നില്ല. ആ ഭർത്താവിന് ഉപേക്ഷിച്ച് മാഹിയെ വിവാഹം കഴിക്കുമോ? അങ്ങനെയെങ്കിൽ നരേന്ദ്രൻ അത് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. എല്ലാത്തിനും ഉപരി വരലക്ഷ്മിയുടെ അവസ്ഥ എന്താകും? അവർക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ധ്രുവന്റെ ചിന്ത. അവൻ അമ്മാവനെ പോലെ തന്നെ അപ്പച്ചിയും പ്രിയപ്പെട്ടതായിരുന്നു. നീരജയുടെയും മഹിയുടെയും കൂടിച്ചേരൽ അവൻ ഓർക്കാൻ പോലും കഴിയുന്നില്ല. ശ്രീയും മഹിയെയും നീരജയും വീക്ഷിക്കുകയായിരുന്നു. മഹിയുടെ ഭാവങ്ങൾ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. മീരയെ തനിക്ക് നൽകണമെന്ന് പറഞ്ഞ വരലക്ഷ്മിയെ ആ നിമിഷം ശ്രീ മറന്നു. മീരയ്ക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും കിട്ടണം. ഇത്രയും കാലം അവൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം ഇനി അവൾക്ക് കിട്ടണമെങ്കിൽ മഹിയെ നീരജയും ഒന്നിക്കണം. അവിടെ വരലക്ഷ്മി എന്ന അധികപ്പറ്റിനെ അവൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ഒപ്പം നീരജയോട് തോന്നിയ വിദ്വേഷവും അവൻ മറന്നിരുന്നു. തന്നെപ്പോലെ ആരുടെയോ വാക്കുകൾ കേട്ട് ചലിക്കുന്ന പാവിയായിരുന്നു നീരജ. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്ത തെറ്റുകളൊക്കെയും തിരുത്തിയ നീരജയോട് ഇനി എന്താണ് ദേഷ്യം? അവനപ്പോൾ നീരജക്കൊപ്പം നിൽക്കാനാണ് തോന്നിയത്. മഹി ഇടയ്ക്കിടയ്ക്ക് നീരജയെ പാളി നോക്കുന്നുണ്ട്. കോടതി മുറിയിൽ മകൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ ആ അമ്മയെ അയാൾ ഓർത്തു. ആ ഓർമ്മയിൽ മഹിയുടെ മനസ്സ് നിറഞ്ഞു. ഇത്രേ വേണ്ടിയിരുന്നുള്ളൂ, ഇത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ എനിക്ക്. അയാളുടെ ഉള്ളം മന്ത്രിച്ചു. ശ്രീ വിളിച്ചായിരുന്നു അമ്മേ? കഴിക്കാനിരുന്ന നില വരുത്തി തീർത്ത ആകുലതയോടെ ലക്ഷ്മിയമ്മയോട് തിരക്കി. വിളിച്ചു. മീരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. തലക്ക് മുറിവുണ്ട്. കുറച്ച് ബ്ലഡ് പോയി. വേറെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. മറുപടി കേട്ട് അവൾ നിരാശയോടൊന്ന് മൂടി. ആ നിരാശ ലക്ഷ്മിയമ്മ കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ലക്ഷ്മിയമ്മക്ക് മുന്നിൽ അവൾ ഇപ്പോൾ നല്ലവളാണ്. തെറ്റ് തിരിച്ചറിഞ്ഞ് നന്നായവളും. അത് വിശ്വസിച്ചിട്ടോ അതോ വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്തോ ലക്ഷ്മിയമ്മക്ക് അവളോട് കുറച്ചൊക്കെ ഒരു അലിവ് വന്നിട്ടുണ്ട്. അവൾ വിശ്വസിക്കരുതെന്ന് ശ്രീ അമ്മയോട് ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും നിലയുടെ പെർഫോമൻസ് കണ്ട് ലക്ഷ്മിയമ്മ അതിൽ വീട് പോയി. നിലക്ക് കടുത്ത നിരാശ തോന്നി. മീര ഹോസ്പിറ്റലിലാണെന്ന് കേട്ടപ്പോൾ പലതും കണക്ക് കൂട്ടി നല്ലൊരു വാർത്തക്ക് കാത്തിരിക്കുകയായിരുന്നു അവൾ. ആ പോട്ടെ, ആ ഹരി എന്തായാലും ഇനി അവളെ ജീവിക്കാൻ വിടില്ല എന്നോർത്ത് അവൾ സമാധാനിച്ചു. ഹോസ്പിറ്റലിൽ മീരയുടെ അച്ഛനും നീരജയൊക്കെ ഉണ്ട്. ഞാൻ അവനോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞതാ. അവൻ വരുന്നില്ലെന്ന്. നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. ലക്ഷ്മിയമ്മ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം ഇരുണ്ടു. അപ്പൊ ഇന്ന് അവൾക്ക് കൂട്ടുകിടക്കാനാണോ ഉദ്ദേശം? അവൾ പല്ലുകൾ ഞെരിച്ചു. ചേച്ചിയെ കാണാൻ തോന്നെങ്കിൽ പറയണം, നാളെ ഞാൻ കൊണ്ടുപോകാം, ലക്ഷ്മിയമ്മ പറഞ്ഞു. വേണ്ടമ്മേ, അവർക്കൊക്കെ എന്നോട് ദേഷ്യമല്ലേ. ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അത് മാത്രമല്ല, അയാൾ അവിടെ ഇല്ലേ? ഇപ്പം എന്തിനാ അയാൾ അമ്മയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞുകൊണ്ട് നിള എണീറ്റ് പോയി. ലക്ഷ്മിയമ്മയും മരുന്ന് കഴിച്ച് നേരത്തെ കിടന്നു. ലക്ഷ്മിയമ്മ ഇടയ്ക്ക് പറഞ്ഞതിൽ പിന്നെ നിള റൂം ലോക്ക് ചെയ്യാറില്ല കിടക്കുമ്പോൾ. ഡോറ് ചാരി വെച്ച് അവൾ ബെഡിലേക്ക് വീഴുമ്പോൾ ചിന്തകളിൽ നിറഞ്ഞു നിന്നത് മീരയും ശ്രീയുമാണ്. ആ ചിന്ത അവളുടെ സ്വസ്ഥത കളഞ്ഞു.
ഉറക്കം വരാതെ അവൾ അങ്ങനെ കിടന്നു. ഇത്രയും നാളായിട്ട് ലക്ഷ്മി അമ്മയെ മാത്രമേ സോപ്പിട്ട് നിർത്താൻ അവൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ശ്രീ ഇപ്പോഴും അമ്പനും ബില്ലിനും അടുക്കുന്നില്ല. അതിന് മീരിയാണ് കാരണം നോക്കി അവൾ പല്ല് ഞെരിച്ചു. പെട്ടെന്നാണ് മുറിയിലൊരു നിലനക്കം പോലെ. അവൾ ആദ്യം ഞെട്ടി. ഇരുട്ടത്ത് തോന്നിയതാണെന്ന് കരുതി പിന്നെ സമാധാനിച്ചു. എന്നിട്ട് മുറി മുഴുവൻ കണ്ണോടിച്ചു. തനിക്ക് തൊട്ടു മുന്നിൽ ബെഡിനടുത്തായി ഒരു മനുഷ്യരൂപം. നിള ഭയന്നു പോയി. അവൾ അലറി വിളിക്കും മുന്നേ അയാൾ അവളുടെ വായ പൊത്തി അവളെ ബെഡിലേക്ക് തന്നെ മലർത്തിയടിച്ചു. നിള ബലം പ്രയോഗിച്ചു നോക്കി, കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കാര്യത്തിന് മുന്നിൽ അവൾ തോറ്റുപോയി. ഒരു കൈ കൊണ്ട് അവളുടെ വായ പൊത്തി അവളെ നിയന്ത്രിച്ച ശേഷം അയാൾ കൈയെത്തിച്ച് ബെഡിനോട് ചേർന്നിരിക്കുന്ന ലാമ്പ് ഓണാക്കി. മുന്നിൽ കിതപ്പോടിരിക്കുന്ന നരേന്ദ്രനെ കണ്ട് നിള ഞെട്ടിപ്പോയി. അച്ഛനെ കണ്ട് അവളുടെ കണ്ണ് മിഴിഞ്ഞുപോയി. നരേന്ദ്രൻ പതിയെ അവളുടെ വായിൽ നിന്ന് കൈയെടുത്തു. അച്ഛനോ? അച്ഛനെങ്ങനെ ഇവിടെ? അവൾ ചുറ്റും നോക്കി അതിശയത്തോടെ ചോദിച്ചു. നരേന്ദ്രൻ എണീറ്റ് ഡോറ് ലോക്ക് ചെയ്തു. ലക്ഷ്മി അമ്മ കണ്ട ഉറപ്പായും പോലീസിനെ അറിയിക്കുമെന്ന് അയാൾക്കറിയാം.